വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 436, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിന് TV പ്രോമോ മാത്രമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് ഓൺ എയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. തുടക്കത്തിൽ തന്നെ ജയന്തൻ ഉപ്പുമുളകും പാറമ്മയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടി കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ട് ചേട്ടാ ആരോ വരുന്നു എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിന് ജയന്തനകത്ത് കയറി വന്നിട്ട് കേശുവും ലച്ചും വടയിൽ കേശു ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു ഇത്രയും നാളും, ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ജയന്തൻ എവിടെയായിരുന്നു എന്ന രീതിക്ക് എല്ലാവരോടും പറയുന്നത് പോലെയാണ് കാണിക്കുന്നത്. മൂന്നാറിലായിരുന്നു എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, ട്രിപ്പായിരുന്നു ആംഗളെ എന്ന രീതിക്ക് പറയുന്നുണ്ട്. ജയന്തൻ അതൊന്നുമല്ല, തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന രീതിക്ക് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ബാലു ഭയങ്കര പുച്ഛത്തോടെ കളിയാക്കിക്കൊണ്ട് ജയന്തനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ടോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. പ്രോമോൻ്റെ അടുത്ത സീനിൽ കേശു നീലുവിൻ്റെ അടുത്ത് അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ കേശു പറയുന്നുണ്ട്, അങ്കിള് പോകുമ്പോൾ അങ്കിളുടെ കൂടെ അച്ഛനെയും കൂടി കൊണ്ടുപോകാനാണ് പ്ലാൻ എന്ന രീതിക്ക്, അതായത് ജയന്തൻ വന്നത് ബാലുവിനെ കൊണ്ടുപോകാനാണ് പ്ലാൻ എന്ന രീതിക്ക് കേശു കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീൻ തന്നെ ജയന്തനും ബാലുവും പടി നിന്ന് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ജയന്തൻ ബാലുവിനോട് പറയുന്നുണ്ട്, പാർട്ടിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഗുണ്ടയുടെ ആവശ്യമുണ്ട് എന്ന രീതിക്ക്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കേശു ബാക്കിൽ ഒളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ജയന്തൻ വന്നിട്ടുണ്ടാവുന്നത് മൂന്നാറിലോട്ട് ബാലുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന് അടുത്ത സീനിൽ ലച്ചുവും നീലുവിനോട് പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്, അങ്കിളുടെ കൂടെ അച്ഛൻ പോയാൽ പിന്നെ അച്ഛനെ കാണണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയി കാണേണ്ടി വരുമെന്ന രീതിക്ക് ലച്ചുവും പറയുന്നുണ്ട്. അതിന് പ്രോമോൻ്റെ അവസാന സീനിൽ ജയന്തനും ബാലുവും അവിടെ നിന്ന് സംസാരിക്കുന്ന സീനിൻ്റെ കണ്ടിന്യൂഷനാണ്. ബാലു പറയുന്നുണ്ട്, മൊട്ട ബാലുവിൻ്റെ ഒരു റീ എൻട്രി അത്യാവശ്യമാണ് എന്ന രീതിക്ക് എണീച്ചിട്ട് ഇവർ രണ്ടുപേരും തോളിൽ കൈയിട്ടിട്ട് നടന്നു പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേശു ഇതെല്ലാം കണ്ടിട്ട് ബാക്കിൽ നിന്നിട്ട് ഇവർ പോയ ശേഷം പറയുന്നുണ്ട്, അപ്പോൾ മൊട്ട ബാലു റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് കേശു ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് ശേഷം ജയന്തൻ, അതായത് ശങ്കരണ്ണൻ്റെ മരുമോൻ രമയുടെ ഭർത്താവായ ബാലുവിൻ്റെ അളിയനായിട്ട് വരുന്ന ജയന്തൻ ഉപ്പുമുളകും പാറമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് ആദ്യം ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്ര നാളെ എവിടെയായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ജയന്തൻ പറയുന്നുണ്ട്, മൂന്നാറിലായിരുന്നു, തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്ന രീതിക്ക് ജയന്തൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സീസൺ 1 തൊട്ടേ അറിയാം, ജയന്തനെ ആ ഒരു കുടുംബം നോക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാലു അത് വെച്ച് ചോദിക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് എന്ന രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജയന്തൻ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാലുവിനെ വിളിച്ചുകൊണ്ട് പോകാനായിരിക്കും. അതായത് മൂന്നാറിൽ പാർട്ടിക്ക് ഒരു ഗുണ്ടയുടെ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് ബാലു ഇപ്പോൾ മുട്ട അടിച്ച സ്ഥിതിക്ക് പണ്ടത്തെ മുട്ട ബാലുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന രീതിക്ക് ബാലുവിനെ കൊണ്ടുപോകാനായിരിക്കും ജയന്തൻ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ബാലുവിനെ ഒന്ന് ജയന്തൻ കൊണ്ടുപോകുമോ അതോ ഇവരെല്ലാവരും ചേർന്ന് തടഞ്ഞു നിർത്തുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകും സീസൺ 1 ജയന്തൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇതേപോലെ തന്നെ ഇനി ഒരുപാട് ക്യാരക്ടർ സീസൺ 1 അവരെയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എപ്പിസോഡ് എന്നുള്ളത് കൺഫേമാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നീലു തിരിച്ചു വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-6 എപ്പിസോഡുകൾക്ക് ശേഷമാണ് നീലു വരുന്നത്. എപ്പിസോഡിൻ്റെ പ്രോമോ ഒക്കെ കണ്ടിട്ട് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു എപ്പിസോഡ്, അതായത് മൊട്ടപ്പാലിൻ്റെ ഒരു റിട്ടേൺ ഒക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.